ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വെഡിങ് മേക്കപ്പിന് വന്നേക്കാം. ഗുരുവായൂരാണ് കേട്ടോ. നമ്മുടെ ബ്രൈഡിന്റെ പേര് നാഗി എന്നാണ്, ഡോക്ടറാണ്. അപ്പം നാഗി ഇപ്പം ഇവിടെ ഇല്ല, ആള് അമ്പലത്തിൽ പോയി, കാത്തൂര് അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് വേണം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളാളെ വെയിറ്റ് ചെയ്തിരിക്കുക. രാവിലെ നമുക്ക് 2 ലുക്ക് ഉണ്ട്. അപ്പോൾ രാവിലെ സെറ്റുമുണ്ടാണ്. അപ്പോൾ നമുക്ക് സെറ്റുമുണ്ട് അയൺ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് നാളായി ഒരു വെഡിങ്, ഒരു ബ്രൈഡിന്റെ വിശേഷമൊക്കെ വന്നിട്ട്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ നാഗിയുടെ ഒരു വെഡിങ് ജേർണി കാണാം കേട്ടോ. അപ്പം നാഗി വന്നിട്ടില്ല, വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോഴേക്കും നമുക്ക് സെറ്റിൽമെന്റ് സംഭവങ്ങളൊക്കെ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡ് നാഗി. നാഗിയുടെ ഒരു ഡിഫറെന്റ് പേരല്ലേ? എങ്ങനെ നാഗിയുടെ പേര്? അച്ഛൻ്റെ അമ്മ ചേച്ചിയോട് ചോദിച്ചായിരുന്നു. അപ്പൊ അച്ഛൻ്റെ പേര് നാരായണപ്പള്ളി, അമ്മ ഗീത. സോ അങ്ങനെയാണ് നാഗി എന്നുള്ള പേര് വന്നേ. ഞാൻ വന്നപ്പോ ചേച്ചിയോട് ചോദിച്ചായിരുന്നേ ഡിഫറെന്റ് ആണുള്ള പേര്, അപ്പോഴും പറഞ്ഞേ. നമുക്ക് ലെൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വെച്ചുണ്ടോ ലെൻസിൽ മുന്നേ? കണ്ണീന്ന് വെള്ളം വരും, കുറച്ച് മേലെ നോക്കിക്കോ കേട്ടോ. ഒന്ന് സ്ട്രക്ക് ചെയ്ത് പിടിച്ചേ. ഈ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നോർമൽ പിടിച്ചേ, നോർമൽ. അങ്ങനെ അത്ര അധികം തോന്നുന്ന ഷെയ്ഡാണ്. അങ്ങനെ നമ്മുടെ നാഗിയുടെ ഫേസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞങ്ങളെ സാരി സെറ്റും ഉണ്ട്. ഞാൻ തെറ്റി പറഞ്ഞായിരുന്നു, സെറ്റ് സാരി അല്ലേ. നമുക്കിനി സാരി എടുക്കാം കേട്ടോ.
ഇതേ നമ്മൾ പൂ വെക്കുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് ബാക്കിൽ ജസ്റ്റ് വെച്ചാൽ മതിയോ? എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം അതാണ് നല്ലത്. കാരണം രണ്ടാമത് നമ്മുടെ അടുത്ത സ്റ്റൈൽ എന്തായാലും നമ്മൾ ഒതുക്കി കെട്ടാനാണ് പോണത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ നാഗിരുന്നു. ഞങ്ങൾ തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തു. സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് മെസ്സി ആയിട്ട് ഞങ്ങൾ ഫാൻസ് ഒക്കെ ഇട്ട് അല്ല പേടിച്ച് ബാക്ക് സൈഡ് കാണിച്ചാണ് കേട്ടോ. ആ ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് ഓക്കെ. നമ്മളങ്ങനെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കൂട്ടാ. നല്ല ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം നാഗിയുടെ കെട്ട് കഴിഞ്ഞിട്ട് നാഗിയുടെ ചേച്ചി സാരി കൊണ്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അയൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം കൊടുത്ത് കഴിയുള്ളൂ. സോ നമ്മൾ അടുത്ത പരിപാടി നമുക്ക് ഇതാണ് അയൺ. നമ്മുടെ ഈ പ്ലേറ്റ്സ് ഓക്കെ ആയിട്ടാ. ഇത് പിടിക്കണോ? ഇതെന്താന്നറിയോ, നമ്മളിപ്പോ ഒറ്റയ്ക്ക് അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റ്സ് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ പിടിപ്പിക്കുക. എന്നിട്ട് ഓരോ പ്ലേറ്റ്സും നമ്മൾ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. ഒരു 3-4 പിൻ സ്ട്രേറ്റ് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് വെച്ച് അയൺ ചെയ്യാൻ പറ്റും. അതായത് അവളെ കൊണ്ട് എന്തെങ്കിലും പിടിച്ച് പിൻ ചെയ്യട്ടെ. എന്തെങ്കിലും തേക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ. വെള്ളം വെക്കരുത്, 3/4 മണിക്കൂർ പറഞ്ഞപ്പോ ടൈമിൽ എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ കിട്ടിയപ്പോ അതെ പ്ലാൻ ആയതായി. ബ്രൈഡ് വന്നു, കല്യാണം കഴിഞ്ഞു വന്നു. അതെ അതെ കല്യാണം കഴിഞ്ഞു. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ബ്രൈഡ് വന്നോണ്ട ഇതുപോലെ പിന്നിട്ടിട്ടേ ഇന്ന് അയൺ ചെയ്യാം. ശരിനി പോയിട്ട് എന്തായാലും സന്തോഷത്തില്ലേ അയ്യോ ഫസ്റ്റ് തന്നെ സാരി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി. ഇങ്ങടേക്ക് നമ്മൾ വേണ്ട കുറച്ചൊന്ന് കണ്ണെഴുതി ജസ്റ്റ് വാട്ടർ ലെവലിൽ മാത്രം ലിപ് ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഓർണമെന്റ്സ് ശ്വേത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഷ്ടായില്ലേ? രാവിലെ എന്ത് പറഞ്ഞു എല്ലാവരും കണ്ടിട്ട്? ഇഷ്ടായില്ലേ? ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ചേച്ചി ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യണം. അപ്പം കൂടോ എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എല്ലാരും കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോ ഹാപ്പി ആയില്ലേ ചേച്ചി? സമാധാനായി.
ഇതെന്റെ ചേട്ടാ ഭയങ്കര ബിസി ആട്ടോ, പിന്നെ വരത്തില്ല. ഞങ്ങൾക്ക് അതും കൂടി ഉള്ളു, അത് ഞങ്ങളുടെ കഴിഞ്ഞു. സെന്റർ അല്ല അത്. ഞങ്ങൾ പിന്നെ പൂവ് അരളിപ്പൂവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ മുടി ഞങ്ങൾ കുറച്ച് നിൽക്ക് വെച്ചത്. മേക്കപ്പ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ചേച്ചി നാഗി ചേച്ചിയുടെ ഫുൾ രണ്ടാമത്തെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ലിപ്ഷേഡൊക്കെ മാറ്റി ഞങ്ങൾ കുറച്ചും കൂടി സുന്ദരിയില്ലേ രണ്ടാമത്തെ ലുക്കില്. അപ്പോ അങ്ങനെ നമുക്ക് ഗുരുവായൂരില് നമ്മള് ഫസ്റ്റ് ബ്രൈഡാണ് ഈ സീസണില്. അപ്പൊ ഇനി വേറൊരു ബ്രൈഡിന് വേറൊരു വിശേഷമായിട്ട് വരാം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാൻ? ഇല്ല, ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചായിരുന്നു. സമയമൊക്കെ കുറവാണ്, അപ്പൊ എങ്ങനെയായിരിക്കുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു, ഭയങ്കര കൂളായിരുന്നു. ഒരുങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം എനിക്ക് ഒരുപാട് സമയം ഷോർട്ടായി, പക്ഷെ എന്നിരുന്നാലും പെർഫെക്റ്റ് ആയി, സൂപ്പറായി. നമുക്ക് കുറച്ചധികം സമയം വിചാരിച്ച ടൈമിങ്ങിൽ നമുക്ക് പറ്റില്ല. അയ്യോ ചേച്ചി കൊട്ട് ടെൻഷൻ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയാലും കുഴപ്പമില്ല. സോ നെക്സ്റ്റ് വീഡിയോയില് വേറൊരു വിശേഷമായിട്ട് വരാം. അതിലെല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.